ദേവസ്തുതി പാടിയവർ നിങ്ങൾ, ആയിരം ആയിരം അൾത്താരകളിൽ പാടി മറഞ്ഞവർ നിങ്ങൾ, ദേവസ്തുതി പാടിയവർ നിങ്ങൾ. ഭൂമിയിലെങ്ങും സ്വർഗം തീർക്കും ദേവഗായകരേ നിങ്ങൾ. ദാവീദിന്റെ കിന്നരങ്ങൾ, ദാവീദിന്റെ കിന്നരങ്ങൾ. കിന്നരകൾ എന്ന ഈ മ്യൂസിക് റിയാലിറ്റി ഷോയിലേക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ഗുഡ്നസ് ടിവി പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ തുടങ്ങുന്നത് എപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ വെൽക്കം ചെയ്തുകൊണ്ട് തന്നെയല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് വെൽക്കം ചെയ്യാം ഒരുപാട് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ശ്രീ ജെറി അമൽദേവ് മാഷേ, സ്വാഗതം. ഉരുളയാനിക്കലച്ച ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിലെ നമ്മുടെ സെലിബ്രിറ്റി ജഡ്ജ് മിഥില, സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിലേക്ക്. നമുക്ക് ഒരുപാട് സ്നേഹത്തോടെ ഈ ഒരു ഗായകർക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടും നൽകുന്ന നമ്മുടെ ഈ ഒരു ഓർക്കസ്ട്രയും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. ദാവിദിന്റെ കിന്നരങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡിൽ 3 ഗാനങ്ങളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ആദ്യ ഗാനം ആലപിക്കാനായി നമുക്ക് നിത്യസഹായ മാതാ ചർച്ച് ക്വയറിനെ വേദിയിലേക്ക് ക്ഷണിക്കാം. കൊല്ലം കൊട്ടിയത്ത് നിന്നും എത്തിയിരിക്കുന്നവരാണ് ഈ ഗായകർ. വരൂ. നിത്യസഹായ മാതാ ചർച്ചിൽ എപ്പോഴും സോണിച്ചേണ്ടായിരുന്നു ഇതുവരേക്കും ലീഡർഷിപ്പ് എടുത്തിരുന്നത്. ഇന്ന് എന്ത് പറ്റി പുതിയ ലീഡറിലേക്ക് വന്നത്? ഞങ്ങൾ ഫീമെയിൽസിനെ റെപ്രസെന്റ് ചെയ്യാന്ന് കരുതി. ഓ, അത് ആരെടുത്ത് തീരുമാനമായിരുന്നു? ഞങ്ങൾ തന്നെ പറയുന്നതാണ്. ഇന്ന് സോണിച്ചേട്ടൻ പറഞ്ഞു ശരി ഒരു കാര്യം ചെയ്ത് നിങ്ങൾ തന്നെ ചെയ്യാൻ പറഞ്ഞു. ചെയ്തോളൂന്ന്. എന്നാ ശരി, ലീഡറിന്റെ പേരൊന്ന് പറയൂ. ആർദ്ര. എന്ത് ചെയ്യുന്നു? ഞാൻ MSc ഫൈനൽ ഇയർ പഠിക്കുന്നു. ഓക്കെ, അവിടെ തന്നെയാണോ? കൊട്ടിയത്താണോ? കൊല്ലത്ത് ഫാത്തിമ മാതാ നാഷണൽ കോളേജ്. ഓക്കെ. ആർദ്ര എത്ര നാളായിട്ട് ഈ ഒരു ഇവരുടെ കൂടെ ഇങ്ങനെയുണ്ട്? ഞാൻ എന്റെ 5th സ്റ്റാൻഡേർഡ് മുതൽ കൊയറിൽ കയറി തുടങ്ങിയതാണ്. ഇപ്പൊ ഒരു 12 years ആവുന്നു. അപ്പോൾ വേറെയും ഇത്തരത്തിലുള്ള കോമ്പറ്റീഷനൊക്കെ പോയിട്ടുണ്ടോ? ഇല്ല, ദാവിദിന്റെ കിന്നരമായിരുന്നു ഫസ്റ്റ് വേദി. ആർദ്രയ്ക്കും അതെ അതെ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് കോമ്പറ്റീഷനിൽ ഫസ്റ്റ് ആദ്യമാണ്. ആണല്ലേ? അപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്? ആദ്യം നമുക്ക് നല്ലൊരു അനുഭവമാണ്. എല്ലാം നമ്മളെ കൊയറിനെ ഒരുമിച്ച് കൂട്ടി പോവാനും പിന്നെ എന്താ എന്നും വൈകിട്ട് ഒരുമിച്ച് ചേർന്ന് പ്രാക്ടീസ് ചെയ്യാനും എല്ലാത്തിനും കിട്ടുന്ന നല്ലൊരു അവസരമാണ്. പക്ഷെ സാധാരണ നമ്മളൊരു ഗ്രൂപ്പ് സിംഗിങ് പാടുന്ന പോലെ അത്ര ഒരു ഈസി ആയിട്ടോ അല്ലെങ്കിൽ ആ ഒരു കളിച്ചിരിയോട് കൂടി മാത്രമല്ലല്ലോ നിങ്ങൾ ഈ ഒരു പാട്ട് പാടുമ്പോൾ. കുറച്ചും കൂടി സീരിയസ് ആയിട്ടും ആ ഒരു ദൈവിക ഭക്തിയും എല്ലാം ഉണ്ടാവണം അല്ലേ? അതെ അതെ. നമുക്ക് ഓരോ തവണ വരുമ്പോഴും നമ്മൾ മാക്സിമം നമുക്ക് പറ്റുന്ന കുട്ടികളെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കും. കുട്ടികളെയൊക്കെ നമ്മൾ കഴിഞ്ഞ സ്റ്റേജുകൾ തൊട്ട് ഇൻക്ലൂഡ് ചെയ്തതാണ്. അവരെ നമുക്ക് അത്രയും ട്രെയിൻ ചെയ്യിപ്പിക്കാൻ പറ്റും. അവരെ പുതിയ ആൾക്കാരെ വളർത്തിക്കൊണ്ട് വരാൻ പറ്റുന്നുണ്ട്. അങ്ങനെ പ്രോഗ്രാമിന് വേണ്ടി നമ്മൾ ഇമ്പ്രൂവ്മെന്റ്സ് ചെയ്യുന്നുണ്ട്. ഇന്ന് കുറച്ച് പേരൊക്കെ ഇല്ല, പല കാരണങ്ങളും കൊണ്ട്. ഓക്കെ, അതെപ്പോഴും അങ്ങനെയാണല്ലോ. ഗ്രൂപ്പ് സിംഗിങ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും ഒരേ സമയത്ത് പറ്റണം എന്നില്ല. ശരി, അപ്പൊ നിങ്ങൾ ഉള്ള ആൾക്കാരെയും കൊണ്ട് നിങ്ങൾ തയ്യാറെടുത്ത് വന്നിരിക്കുകയാണ് ഇന്ന് മത്സരിക്കാനായിട്ട്. ഏതാണ് ഗാനം? ഞങ്ങൾ പാടുന്ന ഓസ്തി രൂപനാം ഈശോ എന്നുള്ള പാട്ടാണ്. അത് ഏത് ഇതിൽ വരുന്ന ഗാനമാണ്? ദിവ്യകാരുണ്യ സ്വീകരണ ഗാനമാണ്. ശരി, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാമോ? മ്യൂസിക് ചെയ്തിരിക്കുന്നത് മാത്യൂസ് പൂയപ്പള്ളി എന്ന് പറഞ്ഞ ഫാദറാണ്. പിന്നെ ലിറിക്സ് സിസ്റ്റർ ലിൻഡ ആലഞ്ചേരി. ഓക്കെ, പാടിയതോ?
പാടിയിരിക്കുന്ന കെസ്റ്റർ സാർ പാടിയിരിക്കുന്ന പാട്ടാണ്. ഓക്കെ, അപ്പൊ ഇതിനു വേണ്ടി പഠിച്ചതാണോ നിങ്ങൾ ഈ ഇല്ല, പാട്ട്? ഞങ്ങള് ഒരു വർഷമായി ഞങ്ങൾ പാടുന്ന പാട്ടാണ് പള്ളിയിൽ. ആ ഓക്കെ, അപ്പൊ നല്ല ഒരു പാട്ട് പാടി വഴക്കം വന്നിട്ടുണ്ട് ഈ പാട്ട് അല്ലേ? അതെ, ഞങ്ങൾ എപ്പോഴും പാടുന്നില്ല എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പ്രത്യേക ദിവസങ്ങളിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന ഒരു പാട്ടാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ പ്രത്യേക ദിവസങ്ങളിൽ പാടാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന സ്പെഷ്യൽ സോങ് ആണ് ഇന്ന് നമ്മളിപ്പോൾ ഈ എപ്പിസോഡിൽ ആദ്യമായി കേൾക്കാൻ പോകുന്നത്. നന്നായിട്ട് പാടാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കുർബാനയായി തീർന്നവനേ, ഹൃദയമാം അൾത്താരയിൽ വാസമാകാൻ അപ്പമായി നാവിൻ തുമ്പിൽ വന്നിടും ഉള്ളിലലിയും കാരുണ്യമേ സ്നേഹമേ. തിരൂപനം ഈശോയേ. ഇടറുമെൻ വീതിയിൽ കാവലേകി ഇടറിടാതെ നയിച്ചിടാം. തെളിയുന്ന ദീപികയിലേ ആർദ്രമാം സ്നേഹമാ അഴലെല്ലാം നീക്കിടാ. മന്നയായി എന്നിൽ നീ വാണിടണേ, ആത്മാവിലാനന്ദമായി നിറയണമേ. അകലയായി നീങ്ങുമൻ ജീവിതത്തെ അരികിലായി ചേർത്തിടാം. അകലയായി നീങ്ങുമൻ ജീവിതത്തെ
അപ്പമായി ആത്മാവിൻ ഭോജ്യമായി ഓസ്തിയായി കൃത്തിൽ നീ വാണിടണമേ. ജീവനാധാരമായി എന്നിൽ നിറയണമേ. ഓസ്തിരൂപനാം ഈശോയേ, കുർബാനയായി തീർന്നവനേ, ഹൃദയമാം അൾത്താരയിൽ വാസമാകാൻ അപ്പമായി നാവിൻ തുമ്പിൽ വന്നിടും ഉള്ളിലലിയും കാരുണ്യമേ, സ്നേഹമേ, ഓസ്തിരൂപനാം ഈശോയേ. ആദ്ര നന്നായിട്ട് പാടിയല്ലേ? അതെ അതെ, ഞങ്ങൾ പ്രതീക്ഷനൊരു അത്ര എത്തിയും തോന്നുന്നു. ആണല്ലേ? അതെ. നിങ്ങളുടെ പൊതുവെ ഇപ്പൊ ഇങ്ങോട്ട് മത്സരിക്കാൻ എത്തുമെന്ന് മാത്രമല്ല, അല്ലാതെയും നിങ്ങൾ പുതിയതായിട്ട് ഓരോരോ പാട്ടുകൾ പള്ളിയിലേക്ക് വേണ്ടിയിട്ട് പഠിക്കുമല്ലോ. അതെല്ലാം നിങ്ങളെ പഠിപ്പിച്ചു തരുന്നതും നിങ്ങളെ ലീഡ് ചെയ്യുന്നതെല്ലാം എപ്പോഴും സോണിച്ചേട്ടൻ തന്നെയാണോ? അതെ അതെ, കൂടുതലും സോണിച്ചേട്ടൻ തന്നെയാണ് ചെയ്യുന്നത്. എല്ലാം ചെയ്തു തരുന്നത്. അതെ. ശരി അച്ഛാ, ഇവരുടെ ഇന്നത്തെ ഗാനം എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങളുടെ ഇടവകയിൽ എത്ര വീട്ടുകാരുണ്ട്, ഫാമിലീസ്? കൃത്യമായ കണക്കറിയില്ല, ഒരു 300 ഫാമിലീസ്. ലാറ്റിൻ പള്ളിയല്ലേ? ലാറ്റിൻ. അപ്പോൾ നല്ല പാട്ടുകാർ ഒത്തിരി കാണുമല്ലോ വേറെ അല്ലേ? ഒത്തിരി പാട്ടുകാരുണ്ടാവുമല്ലോ. അതെ. മെയിൽ 3 പേരെ കുറിച്ച് പറയുമ്പോൾ സോണിയുടെ നല്ല റിച്ച് ചോയ്സ് ആണ് കേട്ടോ സോണി. 2 പേര് പിന്നെ നിങ്ങൾ എന്ത് പറ്റുമെന്ന് പറയുമ്പോൾ നിങ്ങൾ 2 പേര് പാടുമ്പോൾ ഒന്ന് അലൈൻ ചെയ്യുന്ന പറയും, ഒരു സിങ്ക് ചെയ്യാന്നൊക്കെ പറയും, ചേർന്ന് പോകാൻ പറ്റുന്നില്ല. അവർ 2 പേര് പാടുന്നതിനേക്കാൾ തിങ്സൊക്കെ ഷോണി ഇടുന്നുണ്ട് പാട്ടിൽ ഇല്ലേ? ഇപ്പോൾ അണിയനല്ലേ വേറെ പാടുന്നത്. സോണിക്ക് സോണിയുടെ ഒരു സിംഗിങ് സ്റ്റൈലും ഗാംഭീര്യവും ഒക്കെ ഉണ്ട് ശബ്ദത്തിന്. പക്ഷെ അവരോട് അങ്ങനെ ചേർന്ന് പോകാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾ ഒരുമിച്ച് പാടുമ്പോൾ അവിടെ എല്ലാം ഫ്രേസിങ് അകലങ്ങൾ തോന്നുന്നുണ്ട് കേട്ടോ. കൂടുതൽ പാടി പഠിക്കുക എന്നുള്ളതാണ്. കേട്ട് പരസ്പരം ചെവി ചേർത്ത് വെച്ച് പാടി പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ ഉച്ചാരണം ബ്രീത്തിങ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കോൺഫിഡൻസ് കുറവ്. പക്ഷേ ഇവരുടെ പാടുണ്ടല്ലോ, ഫീമെയിൽ സിംഗർ അവർ പാടുമ്പോൾ അവർ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അവരെല്ലാവരും ഒരേ സ്റ്റാൻഡേർഡിൽ പാടുന്നുണ്ട്, നന്നായി ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ ആയൊക്കെ ഉണ്ടല്ലോ, ഹമ്മിങ് ഒക്കെ അവിടെയൊക്കെ പോയി കേട്ടോ. ശ്രുതി പോയി. ആദ്യത്തെ പഠിക്കും. ചെയ്യുമ്പോൾ പാടണം കേട്ടോ, അഭിനയിച്ച് പാടി പഠിക്കണം. മറ്റൊന്നും പറയാനില്ല. മറ്റേതെല്ലാം ഒത്തിരി വരികളിലെ പാട്ടിന് അല്ലേ? ഓരോ സ്റ്റാൻസ് 7 വരികളൊക്കെ വെച്ചുള്ള പാട്ടുകളാകുമ്പോൾ ട്യൂണൊക്കെ ഒന്ന് ചേർത്ത് വയ്ക്കാനായിട്ടൊക്കെ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. താങ്ക് യു. മിഥില? ആർദ്ര, സോണിച്ചേട്ടൻ ആൻഡ് ടീം, അച്ഛൻ പറഞ്ഞ പോലെ നേരത്തെ ഞാൻ ചോദിക്കണം ഓർത്ത്, ഇവർ 2 ബ്രദേഴ്സാണോ ചോദിക്കാനൊരു മടി. കറക്റ്റാണ്. അപ്പോൾ കുഴപ്പമില്ല, നന്നായിട്ട് പാടി. ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഗൈഡൻസിൻ്റെ കുറവ് ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. നേരത്തെ പാടിയ പാട്ടിനേക്കാൾ കുറച്ചും കൂടെ നന്നായി ഇവിടെ പെർഫോം ചെയ്തിട്ടുണ്ട് ഈ പാട്ട്. അപ്പോൾ ഈ അച്ഛൻ പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. ഈ ഉച്ചാരണ ശുദ്ധി, വീഥി എന്നൊക്കെ പറയുന്നത്, വീതിയല്ല വീഥി, അതും പിന്നെ അതുപോലെ കുറച്ച് കാര്യങ്ങൾ. മെയിനായിട്ട് ശ്രുതി പ്രോബ്ലമാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ അതുപോലെ മെയിലിൽ പറഞ്ഞ പോലെ സോണിച്ചേട്ടന് കുറച്ച് സംഗതികളൊക്കെ ഇടുന്നുണ്ട്, ബാക്കിയുള്ളവർ അത്രയും പാടുന്നില്ല. അപ്പോൾ ഗ്രൂപ്പായിട്ട് പാടുമ്പോൾ നമ്മൾ ഏതാണ് പാടേണ്ടതെന്നൊന്ന് കൃത്യമായിട്ടൊന്ന് ഫിക്സ് ചെയ്തിട്ട് അത് തന്നെ പാടാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ആ ക്ലാഷ് അത്ര ഫീൽ ചെയ്യില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇപ്പം നിങ്ങൾ ഹമ്മിങ് പാടില്ല, അച്ഛൻ ഒരു ആലാപാടിച്ചില്ലേ, അതിൻ്റെ നോട്ടൊന്ന് കറക്റ്റ് ആക്കിക്കുക, ഒന്ന് പാടി കേൾപ്പിച്ചേ. ഒരു മിനിറ്റ്. ഒരാള് സരി പാടുന്നുണ്ട്, ചിലർ സാനി സഗ. ആ ഒരു വ്യത്യാസം ശരിക്കും കേട്ടത് ഇപ്പോഴും പാടുന്നത്, ഇപ്പോഴും അത് തന്നെയാണ്. ആരോ തെറ്റ് പഠിച്ചു വെച്ചിട്ടുണ്ട്. നൊട്ടേഷൻ അറിയത്തില്ലെങ്കിൽ കൂടി അത് കേട്ടിട്ട് കറക്റ്റായിട്ട് എവിടെയാണ് അത് ഹിറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി അങ്ങ് പാടുക.
ഇപ്പം എല്ലാവരും മ്യൂസിക് പഠിച്ചിട്ട് വരുന്നവരല്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞ പ്രോപ്പർ ഒരു ഗൈഡൻസിൻ്റെ കുറവ് ശരിക്കും ഫീൽ ചെയ്തു അത്. അപ്പോൾ പക്ഷെ എല്ലാവരും കഴിവുള്ളവരാണ്. പക്ഷെ നിങ്ങളെ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം നിങ്ങൾ ഓരോ പഠനം, അപ്പം അതിൻ്റെ ഇടയ്ക്ക് അതുപോലെ ഓരോരുത്തർ ഓരോരോ പ്രൊഫഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്കും ഇങ്ങനെയൊക്കെ വന്ന് ഒരുമിച്ച് കൂടാനും ഗ്യാദർ ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ നിങ്ങൾ സമയം കണ്ടെത്തുന്നുണ്ടല്ലോ. അത് തന്നെ വലിയ കാര്യം. അത് ഇത്രയും ദൂരെ വന്ന് ഇവിടെ വന്ന് ഇതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്നൊക്കെ ആ ഒരു മനസ്സൊക്കെ വലിയത് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ പാരിഷിൽ നിന്നുള്ള ഒരു സപ്പോർട്ടൊക്കെ ആയിരിക്കുമല്ലോ നിങ്ങളിവിടെ വരാനും. അപ്പോൾ അവരെ ഞങ്ങളുടെ അന്വേഷണം അറിയിക്കുക പ്രത്യേകം. അപ്പോൾ ഇനി നന്നായിട്ട് കേട്ടോ, ആരെങ്കിലും ഒന്ന് നന്നായിട്ട് ട്രെയിൻ ചെയ്യിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പ്രോപ്പർ ഗൈഡൻസ് കിട്ടിയാൽ കുറച്ചും കൂടെ നന്നായിട്ട് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ ശ്രദ്ധിക്കും. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മാഷേ? It was a wrong selection of a song. The song is not a good composition. അതായത് ജനങ്ങൾക്ക് പാടാനുള്ള പാട്ടിന് ഒരു ചിട്ടയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഓരോ ലൈനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് ഒന്നും മനസ്സിലാകുന്നില്ല. ലിറിക്സും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ടത് എന്താ ഇത് സെലക്ട് ചെയ്യാൻ കാരണം? ഈ പാട്ട് എന്തുകൊണ്ട് സെലക്ട് ചെയ്തു? ദിവികേന്ദ്രൻ നല്ലൊരു സോങ് ആയിട്ട് തോന്നി. എവിടെ കേട്ടു ഇത്? നമ്മൾ കാസ്റ്റിംഗ് പഠിച്ച മൊബൈലിലും ഇപ്പോഴത്തെ പുതിയ പാട്ടാണ്. എവിടെ പാടിയിരിക്കുന്ന പുതിയൊരു സോങ് ആയിട്ട് അത് പുതിയ സോങ് നമ്മൾ പെരുന്നാളിനൊക്കെ എടുത്ത് പാടിയായിരുന്നു ഈ പാട്ട്. എവിടെ കേട്ടു ഇത്? മൊബൈല് യൂട്യൂബിൽ. ഓ, യൂട്യൂബിൽ. എന്നിട്ട് അത് ആദ്യം സ്റ്റഡീഡ് ഇറ്റ്, പിന്നെ ഇവരെ പഠിപ്പിച്ചു, അങ്ങനെയാണോ? പെരുന്നാളിൽ പാടിയതുകൊണ്ട് പള്ളി പാടിയോണ്ട് എടുത്തതാണ്. എൻ്റെ ഒബ്സർവേഷൻ, ഞാനിപ്പോൾ ഒരുപാട് നാൾ ഈ പള്ളിയിൽ പാട്ടുമായിട്ട് നടക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ കോമ്പസിഷന് ഒരു അടുക്കും ചിട്ടയും ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ഈ കിടന്ന് വിഷമിക്കുന്നത്. മനസ്സിലായി? സോ ഐ എം സോറി, യു സെലക്റ്റഡ് എ റോങ് സോങ്. ട്രൈ ടു സെലക്ട് സംതിങ് വെരി ഈസി ടു സിങ്. ഇത് ജനങ്ങൾക്ക് പാടേണ്ട പാട്ടല്ല ഇത്. ഇപ്പോൾ യേശുദാസിനും ചിത്രയ്ക്കും പാടേണ്ട പാട്ടൊന്നും അല്ല ഇത്. നമ്മളല്ലാതെ ദൈവജനമാണ് പാടുന്നത്, അല്ലാതെ 1-2 പേര് പാടുന്ന പാട്ടല്ല. അപ്പോൾ ആ പോയിൻ്റ് ഓഫ് വ്യൂവിൽ കൂടി എപ്പോഴും പാട്ട് സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനത്തെ സിമ്പിൾ സോങ്സ് ആയിരിക്കണം. അതേസമയം കഴമ്പുള്ള ലിറിക്സും ആയിരിക്കും. അത് കഴമ്പൊട്ടും ഇല്ല. ഓസ്തി രൂപൻ, കുർബാന, അൾത്താര, അപ്പം, നാവ്, ഇതൊക്കെയാണ് പറയുന്നത്. ഇതെന്താണെന്ന് എനിക്കൊരു മനസ്സിലാകുന്നില്ല. ഈ ദിവികാരുണ്യത്തെ പറ്റി ഈ പാട്ട് എഴുതിയ ആളുടെ എന്ത് അറിവാണ് ഉള്ളത്? അപ്പോൾ ലിറിക്കലി ഓൾസോ വെരി പുവർ, മ്യൂസിക്കലി ഓൾസോ വെരി പുവർ. അപ്പോൾ നിങ്ങൾ ബെറ്റർ സെലക്ഷൻ ഞാൻ ആശംസിക്കുന്നു നെക്സ്റ്റ് ടൈം. ഓക്കെ, താങ്ക് യു മാഷേ. അപ്പം സോണിച്ചേട്ടൻ മനസ്സിലായല്ലോ, പാട്ട് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ. മനസ്സിലായി. ഇതൊക്കെ നിങ്ങൾക്ക് നേരത്തെയും പറഞ്ഞു തന്നിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ചിലപ്പോൾ എവിടെയോ നിങ്ങളത് വിട്ടുപോയി. അപ്പോൾ ഒന്നും കൂടെ ആ ഒരു കാര്യത്തിൽ കുറച്ചും കൂടെ കീനായിട്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ സിംഗിങ്ങിന് 30-ൽ എത്ര മാർക്കാണ് കിട്ടുന്നത് നമുക്ക് നോക്കാം. അച്ഛാ, എത്ര മാർക്കാണ്? 7.5 മാർക്സ് ആണ് അച്ഛൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. മാഷേ, 7 മാർക്സ് ആണ് മാഷ് തന്നിരിക്കുന്നത്. മിഥില, 7.5 മാർക്സ് അഗെയിൻ മിഥില തന്നിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ പെർഫോമൻസിന് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് 22 മാർക്സ് ആണ് 30-ൽ. ഓക്കെ, അപ്പോൾ പോയിട്ട് നന്നായിട്ട് നല്ലൊരു പാട്ടും സെലക്ട് ചെയ്ത് നന്നായി പഠിച്ചിട്ട് വരണം. ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ശരി, കാണാം. അപ്പോസ്റ്റോലിക് ഒബ്ലേറ്റ്സ് കളത്തിപ്പടി കോട്ടയം, ഇവിടെ നിന്നും എത്തിയിരിക്കുന്ന സിസ്റ്റേഴ്സിന്റെ ക്വയർ ആണ് ദാവീദിന്റെ കിന്നരങ്ങളിൽ ഇന്നത്തെ എപ്പിസോഡിലെ 2ാമത്തെ ഗാനത്തിനായി വേദിയിലേക്ക് എത്തുന്നത്. വരും. സിജി സിസ്റ്ററെ, എന്തോ സുഖാണല്ലോ അല്ലേ? സുഖമായിട്ടിരിക്കും. ഇന്നും കൂടെയുള്ള എല്ലാവരും ഒന്നും എത്തിയിട്ടില്ല. അവരുടെ അസുഖങ്ങളൊന്നും മാറിയിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും അല്ലേ? അതെ അതെ. മദറൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും സുഖമായിട്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ പോകുന്നു ഭംഗിയായിട്ട് പോകുന്നു അല്ലേ? എല്ലാം നിങ്ങൾ അവിടെ കളത്തിപ്പടി ഏരിയയിൽ തന്നെയാണോ നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ സർവീസ് എല്ലാം, അതോ നിങ്ങൾ പുറത്തേക്കും പല രൂപതകളിലായിട്ടാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്? ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരുപാട് യാത്രയൊക്കെ നിങ്ങൾ ചെയ്യേണ്ടി വരാറുണ്ട്
ഉണ്ട്. അതിനിടയിൽ എങ്ങനെ നിങ്ങൾ സമയം കണ്ടെത്തുന്നു? പലരും പല കോൺവെന്റിലുമാണ്. അപ്പൊ ഇതിനിടയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാന്നുള്ളൊരു സാധനം നിങ്ങൾ എങ്ങനെയാ അത് ഞങ്ങൾ പാട്ട് സെലക്ട് ചെയ്തിട്ട് എല്ലാവർക്കും അയച്ചു കൊടുക്കും. അപ്പം തന്നെ പല പ്രാവശ്യം കേൾക്കാനായിട്ട് ഞങ്ങൾ പറയും. പിന്നെ ഒരുമിച്ചിരുന്ന് പല എൻഡുകളിൽ, അതായത് വീക്കെൻഡുകളിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി പഠിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അത് ആരാണ് ഈ പാട്ട് സെലക്ട് ചെയ്യുക, ഇങ്ങനെ അയച്ചു കൊടുക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങളിൽ ആരാണ്? സിസ്റ്റർ കൊച്ചുറാണിയാണ് ഞങ്ങളുടെ പാട്ടുകളൊക്കെ സെലക്ട് ചെയ്യാറുള്ളത്. കൊച്ചുറാണി സിസ്റ്ററാണ് എപ്പോഴും ഫൈനലായിട്ട് നമുക്ക് ഏത് പാട്ട് സെലക്ട് ചെയ്യണം, ഏത് പാടണം എന്നുള്ളൊരു ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത്. അവിടെ ഷിനിയുണ്ട്, പിന്നെ കുറച്ച് പേരുണ്ട് ഉണ്ട്. പാട്ടിനെ കുറിച്ച് നന്നായിട്ട് അറിയുന്ന കുറച്ച് സിസ്റ്റേഴ്സ് ഉണ്ടല്ലോ, അവരാണല്ലേ? ശരി, അങ്ങനെ അവരെല്ലാരും കൂടെ തീരുമാനിച്ച് ഇന്ന് നിങ്ങൾ തയ്യാറെടുത്ത് വന്നിരിക്കുന്നത് ഏത് പാട്ട് പാടാനാണ്? നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്ന പാട്ടാണ്. ഈ ഒരു പാട്ട് നന്ദിയുടെ ഒരു ഗാനമാണ്. നന്ദിയുടെ തന്നെ ഒരു ഗാനമാണ്. ഓക്കെ. ഇപ്പൊ താങ്ക്സ് ഗിവിംഗ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. ആ പാട്ട് പാടിയത് അതിന്റെ ഡീറ്റെയിൽസ്? മ്യൂസിക് ആൻഡ് ലിറിക്സ് അബ്രാഹം പടിഞ്ഞാറെ തലക്കൽ എന്ന് പറയുന്നത്, പാടിയത് എലിസബത്ത് രാജു. അപ്പോ ആ ഒരു ഗാനം ഇവർ പഠിച്ച ഒരുപാട് തവണ ഇവരുടെ കോൺവെന്റിൽ പാടി, ബാക്കിയുള്ള സിസ്റ്റേഴ്സും കൂടെ പാടി, അവർക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു ഗാനം തന്നെ ആയിരിക്കണം. അതുകൊണ്ടായിരിക്കുമല്ലോ അവർ ഇന്നത്തെ ഈ ഒരു പെർഫോമൻസിന് വേണ്ടിയിട്ട് ഗാനം സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. എന്തായാലും നമുക്കും ഇനി ആ ഒരു ഗാനം കേൾക്കാം, ആസ്വദിക്കാം. നന്നായിട്ട് പാടാൻ പറ്റട്ടെ കേട്ടോ. താങ്ക് യു.
നന്നായിട്ട് പാടിയോ സിസ്റ്ററെ? നന്നായിട്ട് പാടി. ഹായ്, എന്താ കോൺഫിഡൻസ് നോക്കിയേ. അതിൽ തന്നെയാണ് കാര്യം. അച്ഛാ, നല്ല പാട്ടാണ് അല്ലേ? നല്ല പാട്ടാണ് അല്ലേ? അതെ. ഇത് ജഡ്ജ്മെൻ്റ് അല്ല കേട്ടോ, ഞാനൊരു അപ്രീഷിയേഷൻ പറയുന്നത്. ചില പാട്ടുകൾ എങ്ങനെയാണ്, കാലം എത്ര മാറിയാലും നമ്മുടെ മനുഷ്യ ഹൃദയങ്ങളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കുറേ പാട്ടുകളുണ്ട്. അതിലൊരു പാട്ടാണ്, ഒരു ഗാനമാണ് നന്ദിയോടെ ഞാൻ. ഏത് സമ്മേളനത്തിലും ഒരു താങ്ക്സ് ഗീവിൻ്റെ അല്ലേ പാട്ട് പാടാന്ന് പറഞ്ഞാൽ നന്ദിയുടെ പാട്ട് പാടും. നമ്മൾ ആദ്യം പാടുന്ന ഏതാ? നന്ദി. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ പഴയ ഇങ്ങനെയുള്ള പോപ്പുലർ സോങ്സ് ആകുമ്പോൾ കൈമാറപ്പെട്ട കിട്ടുന്ന പാട്ടായതുകൊണ്ട് പല വേർഷൻസ് പാടി വരുമ്പോൾ പല പല തരത്തിലുള്ള വ്യത്യാസങ്ങൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം ഞാൻ മാസ്റ്ററോട് പറയാം, മാസ്റ്റർക്ക് ഒന്ന് കറക്റ്റ് ചെയ്ത് തരാണെങ്കിൽ നമുക്കെല്ലാവർക്കും ഉപകാരം, നമുക്കെല്ലാവർക്കും ചെയ്യാന്ന് പറഞ്ഞു. നിങ്ങൾ ഒരു നന്നായി പാടി കേട്ടോ, നന്നായി നല്ല ആര് പാടിയാലും നല്ല പാട്ടായത്, അതിൽ ഫീൽ കിട്ടും പെട്ടെന്ന് അങ്ങോട്ട്. കാരണം അത്ര അഭിഷേകത്തോടെ ഇവർ ചെയ്ത പാട്ടുകളാണ്. മാസ്റ്ററൊക്കെ ഇതുമാത്രം ആത്മീയം നിറഞ്ഞ മനുഷ്യരായിരുന്നു അറിയാം. അതുകൊണ്ടാണ് ഈ പാട്ടിൽ ദൈവീകത നിറഞ്ഞെടുക്കുന്നതുകൊണ്ടാണ് ആരെങ്ങനെ പാടിയാലും ഈ പാട്ടിന് പവർ കിട്ടുന്നത്, കമ്മ്യൂണിക്കേഷൻ. ചില സ്ഥലത്തൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. പ്രത്യേകിച്ച് അർഹിക്കാത്ത സ്റ്റാർട്ടിങ് എന്ന് ചെയ്യുന്നത് കേട്ടോ. ബീജി കഴിഞ്ഞുള്ള തുടങ്ങുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ സത്യദൈവത്തിൻ ഏകപുത്രനാമ, അതിൻ്റെ ഫ്രേസിങ് ഒന്ന് നോക്കും. അത് പഠിക്ക്. സത്യദൈവത്തിൻ ഏകപുത്ര, ഇപ്പൊ കറക്റ്റാ, പുത്രന. ആദ്യം ആരൊക്കെ ചാടി എടുത്തിട്ടുണ്ടായിരുന്നു. അത് വരും കാലമോ, അതും കൂടി കൃപ കേട്ടോ, കൃപ 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 അല്ലേ, കൃപാഭാവത്തില്. പിന്നെ ദയാനിധി. നിങ്ങൾ സെക്കൻഡ് വോയിസ് പാടുന്നില്ല, ആരാണ് ഒരു ഗ്രൂപ്പ്, അത് സ്ട്രോങ് അല്ല, ബാലൻസിങ് അല്ലായിരുന്നു, വളരെ താന്നു പോയി. അത് വീണ്ടും ഒന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ, വീണ്ടും പാടാൻ അവസരം കിട്ടുമ്പോൾ അതൊന്ന് ലെവൽ ചെയ്യണം കേട്ടോ, ബാലൻസ് ചെയ്യണം. മറ്റൊന്നും എനിക്ക് പറയാനില്ല. താങ്ക് യു ഫാദർ, താങ്ക് യു. മിഥില സിസ്റ്റേഴ്സ്, നല്ല പാട്ട്, നല്ല ലയിച്ച് പാടി, നല്ല ആസ്വദിച്ച് പാടി. അച്ഛൻ പറഞ്ഞ പോലെ തന്നെ എല്ലാം തന്നെ എഴുതി വെച്ചിരിക്കുന്നത്. സത്യദൈവത്തിനെയൊക്കെ പുത്രൻ, ആ ഫ്രേസിങ്, അത് പിന്നെ ആ സെക്കൻഡ് വോയിസ് പാടി പറഞ്ഞ പോലെ നമ്മൾക്ക് കേൾക്കുന്നില്ല ശരിക്കും. അവിടെ ഒരു എന്തോ ഒരു ചേരായിക തോന്നിയായിരുന്നേ. അതുപോലെ എനിക്കായി നീ ചെയ്ത് ഓരോന്നല്ലേ, ഓരോ നന്മയ്ക്കും. നമ്മൾ പാടി വരുമ്പോൾ അറിയാതെ ഒരുന്ന് അല്ലേ, നമ്മൾ കേൾക്കുമ്പോൾ ഒരു നന്മയ്ക്കും ചിലപ്പോൾ കേൾക്കുന്നത്, ഓരോ നന്മയ്ക്കും അല്ലേ, അങ്ങനെയാണ് ശരിക്കും ഓരോ നന്മകൾ എന്നല്ലേ, ഓരോ നന്മയ്ക്കും ഓരോ അല്ലേ, ഓരോന്ന് തന്നെയാണ് അത് പാടിയപ്പോഴാണ് പാടി അവിടെ ഒരു ചെറിയൊരു ക്ലാഷ് വന്നു, ഒരു മിസ്മാച്ച് പോലെ തോന്നി. ഹാർമണി പാടിയപ്പോഴേ സെയിം തന്നെയാണല്ലോ മറ്റേ ഇപ്പോൾ പാടിയ സാധനം തന്നെ. അതുപോലെ ഈ അച്ഛൻ പറഞ്ഞ സ്റ്റാർട്ടിങ് എടുക്കാൻ ഇച്ചിരി ഒരു ഡൗട്ട് പോലെ തോന്നി. അനുപല്ലവി കയറിയപ്പോഴേ, അർഹിക്കാത്ത തുടങ്ങിയപ്പോൾ. പിന്നെ അതിനകത്ത് എനിക്ക് ഏകിടും ദയാനിധേ പാടിയില്ലേ, അതിനകത്ത് ആദ്യത്തെ ഒന്ന് പാടിക്കേ, പാടി. ആ സംഗതി ഇല്ല, അതവിടെ ആവശ്യമില്ല. ആക്ച്വലി പ്ലെയിൻ ആയിട്ട് പാടി നിർത്തിക്കേ, പ്ലെയിൻ നിർത്തിയാൽ മതി, അതാ അതിന്റെ ഭംഗി. അങ്ങനെയൊന്ന് പാടി നോക്കി. ഇതാ ഭംഗി കേട്ടോ, ഇത് ഇതാ രസം കേൾക്കുക, ഇത് മതി. അതുപോലെ തന്നെ സെയിം പോർഷൻ ചരണത്തിലും അങ്ങിൽ വിശ്വസിക്കുന്നു ഞാൻ, അവിടെ ആ ഒരു എന്തൊരു കുനിപ്പ് വീണിട്ടുണ്ട്, അതിൻ്റെ ആവശ്യമില്ല കേട്ടോ ഇതിനകത്തത്. അല്ല ബാക്കിയൊന്നും പറയാനില്ല, ആ ഫീലൊക്കെ ഉൾക്കൊണ്ട് നന്നായിട്ട് പാടി.
താങ്ക് യു. ജെർമാഷെ, I know personally Abraham Padinyare Telekal. I used to know. He was a wonderful musician. അദ്ദേഹം ഈ പള്ളികൾക്ക് വേണ്ടി മാത്രമേ പാട്ടുണ്ടാക്കിയിട്ടുള്ളൂ. He was a great believer. So അദ്ദേഹം ഈ പാട്ട് സോളോ ആയിട്ടല്ല കൺസീവ് ചെയ്തിരിക്കുന്ന ഒരു ഗ്രൂപ്പ് സോങ്ങാണ്. അപ്പോൾ ഈ എലിസബത്ത് രാജു ഇതെങ്ങനെ പാടി ഒപ്പിച്ചു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് ഒറിജിനൽ. അപ്പോൾ ഇതുവേ പ്രിൻസ്, ഇതിൻ്റെ അക്കമ്പനിമെൻ്റ് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ആണോ? ഇത് ചിന്ന ചിന്ന ആശയം എന്നുള്ള ആ പാട്ടിൻ്റെ അക്കമ്പനിമെൻ്റ് അതിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്നത്. ടാങ് 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 പാങ്. പള്ളിക്ക് ചേർന്നത് അല്ല. ഇത് കസറ്റ് കൂടുതൽ ചിലവാക്കാൻ വേണ്ടി ആരോ ചെയ്തൊരു ട്രിക്കാണ്. സോ സിസ്റ്റേഴ്സ്, യു ഷുഡ് നോ ബെറ്റർ. അപ്പോൾ എനിക്കറിയാം ഈ പാട്ട്. ദാറ്റ് ഈസ് നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും. അത്രയേ ഉള്ളൂ. പാടിടും അങ്ങനെയില്ല. എൻ്റെ യേശുനാഥ, അങ്ങനെ ഒന്ന് പാടാമോ? എലിസബത്ത് രാജുവിനെ മറന്നു കളയും. 1 2 3. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എൻ്റെ കഴിഞ്ഞിട്ട് എ ആണ്. എൻ്റെ കഴിഞ്ഞിട്ട് എ അല്ല. എൻ്റെ യേശുനാ. 1 2. നന്ദി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എൻ്റെ, അതുണ്ട്. എൻ്റെ എങ്ങനെ? എൻ്റെ യേശുനാഥ. അതുപോലെ തന്നെ എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും. അത്രയേ ഉള്ളൂ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു. ഇന്നു നന്ദി അങ്ങനെയാണ്. ഇന്നു അതില്ല. ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ആണോ? നിങ്ങൾ മറ്റേത് പഠിച്ച സ്ഥിതിക്ക് അത് കറക്റ്റ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. ഓക്കെ. അതുപോലെ അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. അത്രയേ ഉള്ളൂ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. വേറൊരു കാര്യം പറഞ്ഞോട്ടെ മിസ്റ്റർ ഇബ്രാഹിം, ഇതിന് സെക്കൻഡ് വോയിസ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ആ സെക്കൻഡ് വോയിസ് ഒക്കെ പെശകാണ്. അതൊന്നും പാടണ്ട, വെറുതെ സിമ്പിളായിട്ട് പാടിയാൽ മതി. അത് ഏത് കോഡ് അനുസരിച്ച് ഏത് നോട്ട്സ് ആയിട്ടിരിക്കുന്നൊന്നും ആർക്കും അറിഞ്ഞുകൂടാ. സോ പിന്നെ യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോനെ സ്തുതി. യാചിക്കാത്ത പോലുമീ അത്രയുണ്ട്. യാചിക്കാത്ത എനിക്കേകിയോനെ സ്തുതി. എനിക്കേകിയോനെ സ്തുതി. എനിക്കേക്ക് എനിക്കേകിയോനെ സ്തുതി. സ്ട്രൈറ്റ് സ്തുതി, അതൊന്നും വേണ്ട. എനിക്കേകിയോനെ സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു. ഇന്നു നന്ദി വളയ്ക്കണം. ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. So try to correct yourself. I don't know how you'll do it, but all the best.
താങ്ക് യു മാഷ്. മനസ്സിലായോ ഇപ്പൊ സിസ്റ്റർ കൂടുതൽ പറഞ്ഞു തന്നതെല്ലാം അല്ലേ? ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും കൂടെ ഡൗട്ട് ചോദിച്ച് മനസ്സിലാക്കാനുണ്ടോ? ഇല്ല. ഓക്കെ, ശരി. അപ്പൊ നമുക്കിനി മാർക്കിലേക്ക് പോവാം. മാഷേ, എത്ര മാർക്കാണ് മാഷ് കൊടുക്കുന്നത്? ഐ ഹാവ് ടു കുറച്ച് അപ്പോളജി വേണം സിസ്റ്റർ. നിങ്ങൾക്ക് കിട്ടിയ വേർഷനോട് നിങ്ങൾ നീതി പുലർത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബട്ട് ദാറ്റ് വേർഷൻ ഇസ് എ ബാഡ് വേർഷൻ. സോ ഐ ഹാവ് ടു ഗിവ് യു ഓൺലി ദിസ് മച്ച്. 7.5 മാർക്സ് ആണ് മാഷ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അച്ഛൻ 8 മാർക്സ് തന്നിട്ടുണ്ട്. മിഥിലയും 8 മാർക്സ് ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ പെർഫോമൻസിന് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് 23.5 മാർക്സ് ആണ് 30. ഓക്കെ സിസ്റ്റർ? ഓക്കെ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പോയിട്ട് പഠിച്ചിട്ട് വീണ്ടും വരണം. നമുക്ക് കാണാം. താങ്ക് യു. ഭൂമിയിലെങ്ങും സ്വർഗം തീർക്കും ദേവഗായകരേ നിങ്ങൾ. ദാവീദിന്റെ കിന്നരങ്ങൾ, ദാവീദിന്റെ കിന്നരങ്ങൾ. ദാവീദിന്റെ കിന്നരങ്ങളിൽ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് സെയിന്റ് ജോസഫ് ഫൊറൈൻ ചർച്ച് പുന്നപ്രയിൽ നിന്നും എത്തിയിരിക്കുന്ന ഈ ഗായക സംഘത്തിന്റെ പാട്ടാണ്. ദാവീദിന്റെ കിന്നരങ്ങൾ, ദാവീദിന്റെ കിന്നരങ്ങൾ. വൈസ് ചേട്ടാ, നല്ല ഭംഗിയുണ്ടെന്ന് നിങ്ങളുടെ വേഷമൊക്കെ കാണാനായിട്ട്. നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ആ ഒരു നിങ്ങളുടെ സുഖവും ഇതെല്ലാം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള നല്ല ഡാർക്ക് കോൺട്രാസ്റ്റ് കളേഴ്സിലൊക്കെ നിങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ല എടുത്ത് നിൽക്കുന്നുണ്ട്. നിങ്ങൾ നേരത്തെ വന്നപ്പോൾ ചോദിക്കണം എന്ന് വിചാരിച്ചു. ഇന്നും അത് ഇങ്ങനെ മുഖത്തേക്ക് ഇങ്ങനെ നേരെ നിൽക്കൊണ്ട് അത് അമ്മയും മോളും ആണോ? നല്ല ചായ ഉള്ളോണ്ട് ചോദിച്ചു. ഒന്ന് ഇവരായിരിക്കും. എനിക്ക് തോന്നി ഇങ്ങനെ ചായ നന്നായിട്ട് തോന്നി. പൊതുവെ എങ്ങനെയാണ് നിങ്ങളുടെ ഇടവകയിലെ ആൾക്കാർക്ക് പാട്ടിനോടുള്ള ഒരു ഇഷ്ടവും ഈ ക്വയറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവരുടെ താല്പര്യവും അതൊക്കെ എങ്ങനെയുണ്ട്? ആൾക്കാർക്ക് വളരെ ഇഷ്ടമാണ്. അവർ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നു ഞങ്ങളെ ഈ പ്രോഗ്രാമിന് വരാനായിട്ടൊക്കെ. അതേപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും നല്ല ഒരു തിക്കും തിരക്കും ഒക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ? അങ്ങനെ തോന്നിയിട്ടില്ല. വിളിച്ചാൽ വരുന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അല്ലാതെ മുന്നോട്ട് വന്ന് നിന്ന് ഇത് ചെയ്യാൻ ആൾക്കാർ കുറവാണ് അല്ലേ? ഓക്കെ, ശരി. ഇന്നത്തെ നമ്മൾ ഗാനത്തിലേക്ക് എത്താം. ഇന്നിപ്പോൾ നമ്മൾ 4ാമത്തെ റൗണ്ടിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തിരഞ്ഞെടുത്ത ഗാനം നിങ്ങൾക്ക് പാടാം. ആ റൗണ്ടിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അതിൽ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഏത് ഗാനമാണ്? നിങ്ങളൊരു കരോൾ സോങ് ആണ്. ഓ, നല്ല സെലിബ്രേഷൻ മൂഡ് തന്നെയാണല്ലോ. നിങ്ങളുടെ പള്ളിയിൽ നിങ്ങൾ ലാസ്റ്റ് കരോളിൽ പാടിയ പാട്ടാണോ? പാടിയിട്ടുണ്ട്. പാട്ട് 1-2 പ്രാവശ്യം പാടിയിട്ടുണ്ട്. ഓക്കെ. ഏതാണ് ഗാനം? ഏതാണ്? ജാതനായി ഈശോ ജാതനായി. അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഇത് പൈസേടൻ തന്നെ ചെയ്തതായിരിക്കും. ഞാനാണ് എഴുതിയിരിക്കുന്ന ഒരു അരൂരുള്ള ഒരു ടീച്ചർ ആണ് അല്ലേ? എപ്പോഴും നിങ്ങള് പൈസേടൻ പള്ളിയിൽ പാടുന്നതും പൈസേടൻ തന്നെ ചിട്ടപ്പെടുത്തിയ ഗാനങ്ങളൊക്കെ തന്നെയാണോ? ചില പാട്ടുകളൊക്കെ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന പാട്ടുകളൊക്കെ ഞാൻ തന്നെയാണ് പുള്ളിക്കാരത്തി എഴുതാറുമുണ്ട്. പാടാറുള്ളത് ആരാണ് നിങ്ങളുടെ ഗാനങ്ങളൊക്കെ? എല്ലാവരും തന്നെ പാടുന്നവരാ. നിങ്ങൾ കാസറ്റിലേക്ക് ആക്കാറുണ്ടോ? CD പബ്ലിഷ് ചെയ്തിട്ടില്ല, ചെയ്യണം. അതിന്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. എത്ര പാട്ടുകൾ ഉണ്ടാവും ഇപ്പോ അല്ലേ നിങ്ങളുടെ തന്നെ ചെയ്തിരിക്കുന്നത്? ഓക്കെ. അപ്പൊ ഇന്നത്തെ ഈ പാട്ടും നിങ്ങൾ ചെയ്തിട്ടില്ല, റെക്കോർഡിംഗ് ഒന്നും ചെയ്തിട്ടില്ല? ഇല്ല. അപ്പൊ നിങ്ങളുടെ ഇടവകക്കാർ മാത്രമേ ഇതുവരേക്കും ആ ഗാനം കേട്ടിട്ടുള്ളൂ. ഓക്കെ. അപ്പൊ ആ ഗാനം ഇന്നിപ്പോ ലോകം മുഴുവൻ എല്ലാവരും കേൾക്കാൻ പോവുകയാണ്. ആ സെലിബ്രേഷൻ, നിങ്ങളുടെ ആ പാട്ടിലുള്ള ആ ഒരു സെലിബ്രേഷൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യണം. അത്ര നല്ല രീതിയിൽ നിങ്ങൾ എല്ലാവരും പാടണം. ഓക്കെ? അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ദാവീദിന്റെ കിന്നരങ്ങൾ. ജാതനായി ഈശോ ജാതനായി, ഭൂമിതൻ രാജനായി ജാതനായി, നമിച്ചിടാം അമ്മ മേരിയോടൊപ്പം, വാഴ്ത്തിടാം യോസേപ്പിനൊപ്പം. Yeah.
ബത്ലഹേം സ്വർഗമായി മാറി. പൈതലിൻ പൂമയാം പുഞ്ചിരിയിൽ ബത്ലഹേം സ്വർഗമായി മാറി. കരയെ പുണ്യമാക്കിയ വചനത്തെ നിത്യം വാഴ്ത്തിടാം സന്തോഷമാ. കരയെ പുണ്യമാക്കിയ വചനത്തെ നിത്യം വാഴ്ത്തിടാം സന്തോഷമാ. പാടാ 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 ഹല്ലേലൂയ. ലോകത്തിൻ നാഥൻ പൊന്നുണ്ണീശോ പിറക്കാം. ഗോശാലയല്ലോ ഗേഹമായി. ലോകത്തിൻ നാഥൻ പൊന്നുണ്ണീശോ പിറക്കാം. ഗോശാലയല്ലോ ഗ്ലോറിയ ഗ്ലോറിയ. പുൽക്കൂട്ടിൽ മയങ്ങുന്ന ആരോമലേ, നിൻമുഖദർശനം ഭൂവിൻ ഭാഗ്യം. പുൽക്കൂട്ടിൽ മയങ്ങുന്ന ആരോമലേ, നിൻമുഖദർശനം ഭൂവിൻ ഭാഗ്യം. ജാതനായി ഈശോ ജാതനായി, ഭൂമിതൻ രാജനായി ജാതനായി. നമിച്ചിടാം അമ്മ മേരിയോടൊപ്പം, വാഴ്ത്തിടാം യോസേപ്പിനൊപ്പം. ജാതനായി ഈശോ ജാതനായി ഈശോ ജാതനായി ജാതനായി നമിച്ചിടാം അമ്മ മേരിയോടൊപ്പം, വാഴ്ത്തിടാം യോസേപ്പിനൊപ്പം. പാടാ ഹല്ലേലൂയ പാടാ പാടാ ഹല്ലേലൂയ പാടാ ഹല്ലേലൂയ. വൈസ് ചേട്ടൻ എത്ര വർഷമായിട്ട് മ്യൂസിക് കമ്പോസ് ചെയ്യാൻ തുടങ്ങിയിട്ട്? 20 വർഷത്തിലേറെയായിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇപ്പൊ ഈ പാട്ട് ചെയ്യാനായിട്ട് എത്ര സമയം എടുത്തിട്ടുണ്ടാവണം? ഏകദേശം 1 മണിക്കൂർ അടുത്തെടുത്തിട്ടുണ്ട്. വെറും 1 മണിക്കൂറിൽ കമ്പോസിങ് കഴിഞ്ഞു ഈ പാട്ടിന്റെ? യൂഷ്വലി ഏതൊരു പാട്ടും എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് എങ്ങനെയാ, രചന കിട്ടിക്കഴിയുമ്പോഴാണോ ചേട്ടൻ കമ്പോസ് ചെയ്യണത്, അതോ രചന കിട്ടിയിട്ടാണ് സാധാരണ ചെയ്യാറുള്ളത്. എപ്പോഴും ചെയ്യാറുള്ളത്? ചെയ്തിട്ട് രചന അങ്ങനെ ചെയ്യാറില്ല. ഓക്കെ. അപ്പോൾ അത് എപ്പോഴും രചന കയ്യിൽ കിട്ടിയാൽ ഏകദേശം എപ്പോഴും ഓരോ മണിക്കൂറിനുള്ളിൽ അതിന്റെ കമ്പോസിഷൻ കംപ്ലീറ്റ് ആയിട്ട് ഏകദേശം 1-2 ചെയ്യാറുണ്ട്. മണിക്കൂറിൽ തീർക്കാറുണ്ട്. ഓ ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ചോദിക്കാം, ഇനി ഇന്നത്തെ നിങ്ങളുടെ പാട്ട് നന്നായിട്ട് പാടിയെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് അല്ലേ? നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. നമുക്ക് ബാക്കി ഡീറ്റെയിൽ ഒക്കെ അവരുടെ അടുത്ത് ചോദിക്കാം. മിഥില, എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ ഗാനം? ഫസ്റ്റ് ചേട്ടാ, നിങ്ങളെല്ലാവരും ചേർന്നൊരു നല്ലൊരു ഫെസ്റ്റീവ് മൂഡ് അത് ക്രിയേറ്റ് ചെയ്തു കേട്ടോ. നല്ലൊരു ആ മൂഡ് നല്ലതായിട്ട് നമുക്കത് ഫീൽ ചെയ്തു. പിന്നെ എനിക്ക് ആദ്യത്തെ ഹമ്മിങ് നിങ്ങൾ പാടിയില്ലേ, ഒരുമിച്ച് പാടിയില്ലേ, ആ ചേച്ചിയുടെ വോയിസ് മാത്രം ഒന്ന് കേൾക്കണം എന്നൊരാഗ്രഹം. അല്ല, മൂന്നാമത്തെ ചേച്ചി അല്ല എന്നുള്ള പാടിയത് അതൊന്ന് പാടാവോ? ചേച്ചി ധൈര്യമായിട്ട് പാടിക്കേ. ചേച്ചിയുടെ നല്ല പവർഫുൾ വോയിസാണ് ചേച്ചിയുടെ. അതൊന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്ന് പാടാമെന്ന് ചോദിച്ചു. ഒന്നുകൂടെ പാടി ചേച്ചി. ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ചേച്ചി. ഞാൻ നേരത്തെ മുതലേ ശ്രദ്ധിക്കുന്നുണ്ട്, 2-3 പേരെ ശ്രദ്ധിക്കുന്നുണ്ട്.
ചേട്ടൻ്റെ എല്ലാവരും നല്ല വോയിസാണ്. അപ്പോൾ ഈ ചേച്ചി മാത്രമാണെന്ന് തോന്നുന്നത് അല്ലേ? ഒരാളും കൂടെ പാടി, പക്ഷേ ചേച്ചിയുടെ വോയിസാണ് കുറച്ചും കൂടെ എടുത്ത് കേട്ടത്. 3 പേരും പാടിയില്ലല്ലോ ആ പോർഷൻ. ആണോ? ഈ തന്നെ പാടിയോ? അതെയോ? അപ്പോൾ അത് നല്ലതായിരുന്നു. ഞാൻ അത് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അതുപോലെ പാർട്സ് പാടിയതിലേ അനുപല്ലവിയിലെ രാവിൽ എന്ന് പറയുന്നൊരു പോർഷൻ വരുന്നില്ലേ, അതിലെ പാർട്സ് രാവിൽ എൻഡ് ചെയ്തപ്പോൾ ആ ലാൻഡിങ് നോട്ട് ഇച്ചിരി ഒരു കറക്റ്റ് ശ്രുതിയിലല്ല. ചേട്ടനത് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അത് കറക്റ്റ് ശ്രുതിയിലല്ല വന്നത്. അതുപോലെ അതൊന്ന് കറക്റ്റ് പാടി കേൾപ്പിക്കണേ. പിന്നെ ഹല്ലേലൂയ പാടിയപ്പോഴും ലാസ്റ്റ് ഹല്ലേലൂയ അതായത് അനുപല്ലവി കഴിഞ്ഞിട്ട് ഹല്ലേലൂയ പാടുന്നില്ലേ, പാടാം ഹല്ലേലൂയ പാടാം ഹല്ലേലൂയ, ലാസ്റ്റ് ഹല്ലേലൂയയുടെ ഇതുപോലെ ഇച്ചിരി പ്രശ്നം വന്നായിരുന്നു. അതും കൂടെ ഒന്ന് പാടി കേൾപ്പിക്കുമോ? ഇപ്പം ഹല്ലേലൂയ. ഓക്കെ, കറക്റ്റ് കേട്ടോ. പാമക അതാണോ? അല്ലേ, അത് ശരിയായില്ല. അതുപോലെ ആ സന്തോഷമായി എന്നൊരു പോർഷൻ വരുന്നുണ്ട് അടുത്ത ചരണത്തിൽ. ആ സന്തോഷം, ആ ഒരു സംഗതി ഒന്ന് ക്ലാരിറ്റി വരുത്താനുണ്ടായിരുന്നു. നിത്യം വാഴ്ത്തിടാം സന്തോഷമായി. അത് എല്ലാവരും ഒരേപോലെ അല്ല പാടുന്നത് കേട്ടോ, ചെറിയൊരു വ്യത്യാസം ഉണ്ട് സ്ലെയർ പാടുന്നതിൽ. സന്തോഷം സന്തോഷമായി അതാണോ? സന്തോഷമായി അതാണ്. അപ്പൊ എല്ലാരും ഒരുപോലെ സന്തോഷമായി എന്ന് പാടിക്കേ, അതുപോലെ തന്നെ പാടിക്കേ. 1 2 3 സന്തോഷമായി മാത്രം മതി. ചിലര് അങ്ങനെ സാധനം പാടുന്നുണ്ട് കേട്ടോ. സന്തോഷമായി അത്ര മതിയെങ്കിലും അത് മാത്രം പാടിക്കേ. സന്തോഷമായി ഇപ്പൊ ഓക്കെ വരുന്നുണ്ട്, കുറച്ചും കൂടെ ശരിയാവാനുണ്ട്. അതിങ്ങനെ എടുത്ത് കാണിച്ചായിരുന്നു. അതുപോലെ ഈശോ പിറക്കാൻ ആ നോട്ടിൽ അവസാനിക്കുന്ന ഏതോ ഒരു വോയിസ്, സെക്കൻഡ് വോയിസ് എന്തുവാന്ന് തോന്നുന്നു കേട്ടോ. അല്ലേ, അത് ഇച്ചിരി ചേരായിക വന്നു. അത് ലാസ്റ്റ് പല്ലവി എക്സലൻ്റ് ആയിരുന്നു കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. വെരി എൻഡ് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആക്കാനും തോന്നില്ല, കുഴപ്പമില്ലായിരുന്നു, ഓക്കെയാ. ആ സസ്റ്റൈനേ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ബാക്കിയെല്ലാം നന്നായിട്ടുണ്ട്, നല്ല രചനയും. ഇത് എഴുതിയ ആളിൽ കൂടെ ഉണ്ടോ? ഇല്ല. ഇതിനകത്ത് നമ്മൾ കാണാത്ത ഒരു വാക്ക് കണ്ടു, തൂമ. അപ്പം ഞങ്ങൾ ഇതെന്ത് വാക്കാന്നിങ്ങനെ നോക്കുക. അപ്പം അഴക് എന്നുള്ള അർത്ഥമാണെന്ന് തോന്നുന്നു അതിന്, തൂമ. കേട്ടിട്ടേ ഇല്ല വാക്ക് കേട്ടോ. അപ്പോൾ ആ ചേച്ചിയോടൊന്ന് അന്വേഷണം പറയാം. നന്നായിട്ടുണ്ട്, ഇങ്ങനെ തന്നെ പോട്ടെ, കീപ് ഗോയിങ്. താങ്ക് യു അച്ഛാ. നല്ല ട്യൂണാണ് വയസ്സേ. താങ്ക് യു. പഴയ സ്റ്റൈല്, വരികളും ട്യൂണും ഒക്കെ. ഇത് പെട്ടെന്ന് ചെയ്താണോ? ഒരു മണിക്കൂർ കൊണ്ട് അതെ, പെട്ടെന്ന് ചെയ്യേണ്ടി വന്നൊരു പാട്ടാണ്, ഒരു മത്സരത്തിന് വേണ്ടി. നിങ്ങൾ പാടിയല്ലോ മത്സരത്തിന്? പ്രാവശ്യം പാടിയിട്ടുണ്ട്. എന്നിട്ട് കിട്ടി, സെക്കൻഡ് പ്രൈസ് കിട്ടിയായിരുന്നു. സെക്കൻഡ് പ്രൈസ്. ഫീമെയിൽ നല്ലതാണ് കേട്ടോ, നല്ല. നിങ്ങൾ മോശമൊന്നുമല്ല, പക്ഷെ അതൊക്കെ ഒത്തിരി പാടാനുണ്ടായിരുന്നു. വോയിസസ് ഒക്കെ അത് നല്ല കട്ടയ്ക്ക് നിന്നാ പാടിയത്. അതുകൊണ്ട് വലിയ പ്രോബ്ലംസിലായിരുന്നു. പിന്നെ വല്ലതും ഉണ്ടെങ്കിൽ മാസ്റ്റർ പറഞ്ഞു തരും തീർച്ചയായിട്ടും. ഈ പുന്നപ്രപ്പള്ളിയിലെ കൊയർ നല്ലതാണ്, എപ്പോഴും നല്ല ആളുകൾക്ക് വളരെ ഇഷ്ടമാണ്. എന്നോട് പലരും പറയാറുണ്ട്, നിങ്ങളെല്ലാവരും ഇടവക്കാരല്ലേ, എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതുപോലുള്ള ഇന്നോവേഷൻസ്, പുതിയ പാട്ടുകൾ ഉണ്ടാക്കുക എന്നുള്ളത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നിങ്ങൾ രചിക്കുന്നു, സംഗീതം നൽകുന്നു, ഓർക്കസ്ട്രേഷൻ ചെയ്യുന്നു, അത് നിങ്ങൾ ഒരുമിച്ച് പഠിക്കുന്നു, പാടുന്നു. എന്തൊരു നല്ലൊരു ഡെഡിക്കേഷനാണ്. അതിന് നല്ലൊരു നേതൃത്വം പയസ് കൊടുക്കുന്നുണ്ടെന്ന് തീർച്ചയായിട്ടും അറിയാം. സന്തോഷമുണ്ട് കേട്ടോ. വെരി ഗുഡ്. കാരണം നമുക്കറിയാം, നിങ്ങൾക്കറിയാം, ഈ കൊയർ സിംഗിങ് ഒരു ശുശ്രൂഷയാണ് അല്ലേ? അത് ഡ്യൂട്ടി അല്ല, അതൊരു ഹോബിയൊന്നും അല്ലല്ലോ. നമ്മുടെ ശുശ്രൂഷയാണ്, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയാണ്. അത് അദ്ദേഹം ഗായർക്ക് അറിഞ്ഞുകൂടാ, എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നതാണെന്നുള്ളത്. അതിലെൻ്റെ ഒരു ഹോബിയാണ്. എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ പാടും, ഇഷ്ടമുള്ളപ്പോൾ പള്ളിയിൽ ചെല്ലും, ഇഷ്ടമുള്ള പാട്ട് പാടും. ഇങ്ങനെയൊരു
ഒരു സംസ്കാരത്തിലാണ് ഇപ്പോൾ കൊയറൊക്കെ പോകുന്നത്. അത് തെറ്റാണ്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചോ തൃപ്തിക്കനുസരിച്ചോ ചെയ്യേണ്ട കാര്യമല്ല. അത് നിങ്ങൾ നാട്ടിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. എനിക്ക് സന്തോഷമുണ്ട്. കാരണം നിങ്ങൾക്കൊരു ജീസസ് യൂത്ത് ട്രെയിനിങ്ങും അങ്ങനെയുള്ളൊരു വേറെ കൾച്ചർ നിങ്ങൾക്കുള്ളതുകൊണ്ട് ഇറ്റ്സ് വെരി ഗുഡ്, വെരി ഗുഡ്. നല്ല കറക്ഷൻസ് എല്ലാം ഇതിൽ തന്നിട്ടുണ്ട്. എല്ലാം നല്ലതാണ്, നല്ല ആവശ്യമുള്ള കാര്യങ്ങളായിരുന്നു. ഹല്ലേലൂയ ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു സ്ഥലമുണ്ട് ബേത്ലഹേം സ്വർഗമായി മാറിയെന്ന് പാടുമില്ല. മെയിൽ പാടുമ്പോൾ ഒരു തിങ്സ് ഇതില്ല, ഒരു താഴേക്ക് വരുന്ന ഗമകങ്ങൾ പോലെ ഉണ്ടല്ലോ. ഒന്ന് പാടാമോ പൈസ തന്നെ പാടിയാൽ മതി. ഏതായിരുന്നു? ബേത്ലഹേം സ്വർഗമായി മാറി. ബേത്ലഹേം സ്വർഗമായി മാറി. താഴേക്ക് വരുന്നത് അതവര് പാടുന്നല്ലേ. ഒന്നൂടെ അത് മാറി അങ്ങനെയാണല്ലോ പാടുന്നത്. ബേത്ലഹേം സ്വർഗമായി മാറി. ഒരുമിച്ച് ഒന്നില്ല കേട്ടോ നിങ്ങൾ പാടിയപ്പോൾ. നിങ്ങൾ ഒരുമിച്ച് പാടിക്കേ മെയിൽ ഗ്രൂപ്പ്. ബേത്ലഹേം സ്വർഗമായി മാറി. ഇപ്പോൾ കുഴപ്പമില്ല. ഒന്നുകൂടെ പായസം പഠിക്കും. ബേത്ലഹേം സ്വർഗമായി മാറി. ജാതനായി പിന്നെ പാടാന്ന് കേൾക്കണേ. പാടാം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. മൈക്ക് പിടിക്കുന്നത് ഒരു ഭംഗിയില്ലായിരുന്നു കേട്ടോ. നല്ല ഡ്രസ്സാണ്, നല്ല ഭംഗിയാണ് നല്ല കാണാൻ. പക്ഷേ പലയിടത്തും മൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയൊക്കെ നിൽക്കുന്നത്. അതൊന്നും ശ്രദ്ധിക്കണം. അതും കൂടെ വന്നാൽ നല്ല ഭംഗിയല്ലായിരുന്നു അല്ലേ. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാഷേ. പക്ഷേ ക്രിസ്മസ് സോങ് നന്നായിട്ടുണ്ട്. എസ്പെഷ്യലി ഷോർട്ട് ഇൻ്റർലൂഡ്സ്, ഇൻസ്ട്രുമെൻ്റൽ പോർഷൻസ് വെർ മിനിമം. അതൊരു നല്ല കാൽവയ്പ്പാണ്. വേറെ ഒന്നും പറയാനില്ല. കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു മാഷേ. അപ്പം പയസ് ചേട്ടൻ തന്നെ ചിട്ടപ്പെടുത്തിയ നല്ല ഒരു കരോൾ സോങ് ആണ് ഇപ്പം നമ്മൾ കേട്ടത്. ശരി, അപ്പം നമുക്ക് ആ ക്രിസ്മസ് പാടുമ്പോൾ കൂടുതൽ നമുക്ക് ആഘോഷിക്കാനായിട്ട് മാർക്കും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ, നല്ല മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സന്തോഷമാവില്ലേ? ഓക്കെ, അതെത്രയാണെന്ന് ചോദിക്കാം. മാഷേ, 8 മാർക്സ് ആണ് ഇന്നത്തെ ഈ ഒരു ഗാനത്തിന് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. മിഥില 9.5 മാർക്സ്. ആഹാ, സന്തോഷമൊന്നും ഇല്ലല്ലോ. അച്ഛാ 9.5 മാർക്സ് ആണ് അച്ഛന് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പെർഫോമൻസിന് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് 27 മാർക്സ് ആണ് 30-യിലെ. കൺഗ്രാറ്റുലേഷൻസ്, നല്ലൊരു മാർക്കാണ് ഈ ഒരു റൗണ്ടിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി കൂടുതൽ സന്തോഷമായല്ലോ. ഇനി ഈ പാട്ട് പാടുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നല്ല ഓർമ്മകളും സന്തോഷങ്ങളും ഉണ്ടാവട്ടെ. നമുക്ക് വീണ്ടും കാണാം. ഓക്കെ പൈസ ചേട്ടാ, താങ്ക് യു. ഭൂമിയിലെങ്ങും സ്വർഗം തീർക്കും ദേവഗായകരേ നിങ്ങൾ. ദാവീദിന്റെ കിന്നരങ്ങൾ, ദാവീദിന്റെ കിന്നരങ്ങൾ. അപ്പോൾ ദാവീദിന്റെ കിന്നരങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നമുക്ക് വീണ്ടും കാത്തിരുന്ന് കാണാം അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം.